ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 10:25. ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒരു ലോട്ട് നല്ല ഫോള് കണ്ട് ഡൗൺ ഫോള് കണ്ടിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ലാസ്റ്റിൽ വന്നിട്ടാണ് എടുക്കണത്. അഗ്രസീവായിട്ടാണ് എടുക്കണത്. കറക്റ്റായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലൊക്കെ ക്രോസ് ചെയ്ത് പോന്ന്. ഞാനെടുത്തേക്കണം 43.20 രൂപയുടെ പ്രീമിയം ഉള്ള സ്ട്രൈക്കാണ് എടുത്തേക്കണേ. പിന്നെ അതിൽ ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് നോക്കിയപ്പോൾ ആ ഒരു ഫസ്റ്റ് സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വർക്കിലായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് താഴെ പോരുന്നുണ്ടപ്പോൾ പെട്ടെന്ന് ചാടി കയറി അഗ്രസീവായിട്ട് എടുത്ത്. ഞാൻ വിചാരിച്ചത് എനിക്ക് ആ ഒരു ചെറിയൊരു പ്രോഫിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് എടുത്തേക്കണേ. പിന്നെ അത് താഴേക്ക് ഇനി വരുമോ എന്നറിയില്ല. ചിലപ്പോൾ ആ താഴേക്ക് കാണുന്ന ഒരു 24,135 വരെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ ഇറങ്ങാം. എന്നിട്ട് പിന്നെ മേളിലേക്കൊരു ട്രേഡ് ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ബൗൺസ് ചെയ്യും. അവിടെ നിന്ന് പിന്നെ ട്രേഡ് നോക്കാം. പിന്നെ ഇന്നിപ്പോൾ നല്ല ഫോളായിട്ട് വന്നതാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വരച്ച ലെവൽസൊക്കെ ക്രോസ് ചെയ്തു. പിന്നെ അതുപോലെ ട്രെൻഡ് ലൈനൊക്കെ വരച്ചത് കണ്ട, ട്രെൻഡ് ലൈനിൽ നിന്ന് ഫോളോ ചെയ്ത് പോകുന്നേക്കുന്നുണ്ടോ. നമ്മൾ കുപ്പി ചരിച്ചിട്ട് വെള്ളം ഒഴിക്കണ പോലെ അടിപൊളിയല്ലേ. നല്ല അടിപൊളി ഫോളാണ് ഇന്ന് ഉണ്ടായിരിക്കണം. പക്ഷേ ഈ ഫോളാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഫോൾ അല്ലെങ്കിൽ അപ്വേർഡ്സ് അല്ലെങ്കിൽ ഡൗൺവേർഡ്സ് മൂവ്മെൻ്റാണ് നമ്മൾ നോക്കിയിരുന്നെങ്കിലും, പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് നല്ല സൈഡ് വേ മൂവ്മെൻ്റാണല്ലോ തന്നു മാർക്കറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കുന്നൊരു മൂവ്മെൻ്റായത്. നല്ല പോക്കല്ലേ വന്നേക്കുന്നത് നോക്കിയേ. നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ റെഡ് മാത്രമേ ഉള്ളൂ. അത് വീണ്ടും പോകുന്നുണ്ട്. നമുക്ക് പ്രോഫിറ്റിലേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പോൾ 542 പോകുന്നുണ്ട്. നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന് നോക്കാം. പ്രോഫിറ്റ് നമുക്കൊരു 1,000 റുപ്പീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടും. ആ ഒരു താഴെ ആ കാണുന്ന ബ്ലൂ സപ്പോർട്ട് ലൈൻ വരെ കിട്ടിയാൽ അടിപൊളി. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് റിവേഴ്സ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല മേളിലേക്ക് ഇന്നത്തെ ഓപ്പൺ ക്യാൻഡിൽ വരെ ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ 500 സംതിങ് ആയതുകൊണ്ട് 1000 വരെയൊക്കെ നോക്കിയിരിക്കാം. 1000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇറങ്ങാം. കാരണം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ലോസിലല്ലായിരുന്നു. എല്ലാ ദിവസവും ലോസ്. ഇന്നലെ പ്രോഫിറ്റ് കിട്ടിയെങ്കിലും ഇന്നലെ കുറച്ച് ഓവർ ട്രേഡ് ചെയ്ത് 4 ട്രേഡൊക്കെ എടുത്ത്. അതും ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് 4 ട്രേഡൊക്കെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 4 ട്രേഡൊക്കെ എടുത്ത് 200 രൂപയോളം സർവീസ് ചാർജും കൊടുത്ത് പിന്നെ കിട്ടിയ പ്രോഫിറ്റൊക്കെ ലോസായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതിലേക്ക് ഒരു കൺട്രോൾ വരുത്തണമെന്ന് വിചാരിച്ചേക്കാണ്. ഇന്നിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്നധികം ട്രേഡൊന്നും ചെയ്യൂല. മാക്സിമം 2 ട്രേഡ് അത്രയും ഞാൻ പ്ലാൻ ചെയ്തേക്കണം. പിന്നെ ഇതിപ്പോൾ താഴേക്ക് ഇറങ്ങുന്നില്ലല്ലോ ഇങ്ങോട്ട്. 600 വന്നതാണ്. 700 അടുത്ത് വരെ വന്നു. പക്ഷേ ഞാൻ എക്സിറ്റ് ചെയ്തില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇന്ന് ഇന്ന് ആകെ 3G ആയിപ്പോയി. സംഭവം വേറൊന്നുമല്ല. ഒന്നാമത്തേൽ ഞാൻ തിരക്കിലായിരുന്നു. പിന്നെ 2 എനിക്ക് ഫസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച് രണ്ടാമത്തെ ട്രേഡ് ഞാൻ വീണ്ടും താഴേക്ക് തന്നെ വരുമെന്നുള്ളൊരു കോൺസെപ്റ്റിൽ വീണ്ടും എടുത്തു. പക്ഷേ അത് നന്നായിട്ട് പണിയൊന്ന് മേളിലേക്ക് തന്നെ പോയി. എനിക്ക് അവിടെ നിന്ന് വീണ്ടും സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ വേണ്ടി എടുത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 400 സംതിങ് ലോസിൽ. പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് അങ്ങനെ ടപ്പ് ചെയ്യുന്നതാണ് ഇന്ന്
ലോസായത്. അതോടെ എൻ്റെ മനം മടുത്തുപോയി. ഞാൻ ട്രേഡിങ് അവിടെ നിർത്തി. ഇതിങ്ങനെ മോഡലിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ടിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം നോക്കിയിരുന്നില്ല. ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ട്രേഡിൽ നിന്ന് പഠിച്ച്. അപ്പോൾ അതിലൊന്ന്, അഗ്രസീവായിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. രണ്ടാമത്, നമ്മൾ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റിലാണെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ടിരിക്കരുത്. അപ്പോൾ എനിക്ക് പറ്റിയത് അതാണ്. അപ്പോൾ ഇന്ന് ആ 2 കാര്യങ്ങളാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ കറക്റ്റായിട്ട് ഫസ്റ്റത്തെ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസൊക്കെ വെച്ച് എനിക്ക് നന്നായിട്ട് പ്രോഫിറ്റൊക്കെ വന്നതാണ്. ഒരു 700 സംതിങ്ങോളം പ്രോഫിറ്റൊക്കെ വന്നതാണ്. പക്ഷേ ഒന്നുകൂടെ ഇറങ്ങി വരും എന്ന് ഞാൻ വിചാരിച്ചു. ഒരു 1000 ആവുമെന്നൊക്കെ വിചാരിച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി. അപ്പോൾ അവിടെ നിന്ന്, അതായത് ഈ ഒരു ടിപ്പാണ്, ഈ ഒരു ക്യാൻഡിലുണ്ട്, ലാസ്റ്റ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, അതിലൊക്കെ എനിക്ക് 700 ഓളം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നതാണ്. ഞാൻ ഈ ഒരു ലൈൻ ടച്ച് ചെയ്യുമെന്ന് വിചാരിച്ച് ഈ ബ്ലൂ ലൈൻ കണ്ടില്ലേ താഴത്തെ 24,133 ബ്ലൂ ലൈനിൽ വന്ന് നിൽക്കുമെന്ന് വിചാരിച്ചാണ്. അവിടെ വരെ വരായിരുന്നെങ്കിൽ എനിക്കൊരു 1000 കിട്ടിയാണ്. അവിടെ നിന്ന് എക്സിറ്റ് ആവാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. പക്ഷേ ഇത് നേരെ റിവേഴ്സ് പോയി സ്റ്റോപ്പ് ലോസ് അടിച്ച് ഫസ്റ്റത്തെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ ഞാൻ വെച്ച് വീണ്ടും താഴേക്ക് വരുമെന്ന് വിചാരിച്ചു. വീണ്ടും ഇവിടെ വെച്ച് താഴേക്ക് എടുത്ത് ഭൂം എന്ന് പറഞ്ഞ് മേളിലേക്ക് പോയി. അപ്പോഴാണ് എനിക്ക് ആ സ്റ്റോപ്പ് ലോസ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ഈ ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒറ്റ പോക്ക് മേളിലേക്ക് പോയത്. അപ്പോൾ തന്നെ 400 ആയി. ഞാൻ അവിടെ നിന്ന് എക്സിറ്റായി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ മേളിലേക്ക് അങ്ങനെ പോയി. പിന്നെ ഞാൻ ട്രേഡ് എടുത്തില്ല. പിന്നെ എനിക്കെന്തോ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പിന്നെ ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. വീണ്ടും ഞാൻ താഴേക്ക് തന്നെ എടുക്കും. അപ്പോഴത്തെ ഒരു മെൻറ്റാലിറ്റിയും മൈൻഡും അങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് എന്താ വെച്ചാൽ നമ്മുടെ ട്രേഡിങ് സൈക്കോളജി ഇമ്പ്രൂവ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ബിഗിനേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ട്രേഡിങ് സൈക്കോളജി. അപ്പോൾ ഞാനും ബിഗിനറാണല്ലോ. അപ്പോൾ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നൊരു പ്രശ്നമാണ് ട്രേഡിങ് സൈക്കോളജി. പിന്നെ ഒന്ന്, സ്റ്റോപ്പ് ലോസ് വെക്കില്ലായിരുന്നു ആദ്യമൊന്നും. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ സ്റ്റോപ്പ് ലോസൊക്കെ വെച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടേ ട്രേഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഡെയിലി 1 ട്രേഡ് എന്നുള്ളത് ഇപ്പോൾ മാറി. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി എനിക്ക് കോൺഫിഡൻസ് വന്നപ്പോൾ ഓവർ കോൺഫിഡൻ്റ് ആയി തുടങ്ങി. അപ്പോൾ അപ്പോഴാണ് എനിക്കിപ്പോൾ ഈ കൂടുതൽ ലോസ് വന്നു തുടങ്ങാൻ കാരണം. അപ്പോൾ ഇനി മുതൽ മൺഡേ മുതൽ ഞാൻ കുറച്ചും കൂടി എൻ്റെ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല രീതിയിൽ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയൊക്കെയാണ്. അപ്പോൾ ഡെയിലി ഒരു മാക്സിമം 2 ട്രേഡ്സ് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ അതും സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു 1:2 ഒരു 1:2 ടാർഗറ്റിൽ ഞാൻ മാക്സിമം ഇറങ്ങാൻ കണക്കിന് ഞാൻ പ്ലാൻ ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കൊന്നും അങ്ങോട്ട് നമുക്ക് മൊത്തം സിങ്ക് ആയതിന് ശേഷം പതുക്കെ കോൺഫിഡൻസ് കാണിച്ചു തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനിപ്പോൾ സാഹസികത കാണിക്കാൻ തുടങ്ങി. കാരണം ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കാണിക്കണമല്ലോ. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞൊരാഴ്ചയായിട്ട് എനിക്ക് ഫുള്ള് ലോസ് തന്നെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയും പ്രോഫിറ്റ് കാണിക്കണം, പ്രോഫിറ്റ് കിട്ടിയിട്ട് എനിക്ക് അത് കാണിക്കണം വീഡിയോയിൽ എന്നുള്ളൊരു ആ ഒരു ചിന്തയിലായിപ്പോയി ഞാൻ ശരിക്കും. അപ്പോൾ അതാണ് ഞാൻ 700 ഞാൻ കണ്ടിട്ട് ഞാൻ എക്സിറ്റ് ആവാതെ വീണ്ടും നിന്നത്. അങ്ങനെ എനിക്ക് ലോസ് വന്ന്. അപ്പോൾ ഞാനിനി അങ്ങനെ ട്രേഡ് ചെയ്യുന്നില്ല. വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല ഇനി. അപ്പോൾ ഇനി ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി, അതായത് എനിക്ക് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൈഡായിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാം അങ്ങനെ വിചാരിച്ച്. അപ്പോൾ ഞാൻ വീഡിയോക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ എനിക്ക് ട്രേഡിങ് പാളി തുടങ്ങി. അതാണ് എനിക്ക് സംഭവിച്ചത്. എനിക്കിപ്പോൾ ഇന്നത്തെ കുറച്ച് ദിവസത്തെ ട്രേഡിങ്ങുകളിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലായി. ഇന്നലെ ഞാൻ കുറച്ച് അഗ്രസീവായിപ്പോയി. അപ്പോൾ അങ്ങനെ അഗ്രസീവായപ്പോൾ എനിക്ക് 4 ട്രേഡ് ചെയ്യാൻ വരെ പോയി. കാരണം ഇത്രയും ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് 4 ട്രേഡ് എടുക്കുമ്പോൾ തന്നെ എനിക്കൊരു 200 റുപ്പീസോളം സർവീസ് ചാർജ് തന്നെ പോയി. പിന്നെ എനിക്ക് 2 ട്രേഡ് പ്രോഫിറ്റ് ആയതുകൊണ്ട് വലിയ പൈസ അധികം എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. എന്നാലും അത് നഷ്ടം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഈ ചെറിയ ക്യാപിറ്റൽ വെച്ച് എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ട്രേഡിങ് സൈക്കോളജിയും നമ്മുടെ ട്രേഡിങ് പ്രോസസ്സും നമ്മുടെ അനാലിസിസൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം. അപ്പോൾ
എൻ്റെ തെറ്റുകൾ തിരുത്താനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ കൂടിയും ചെയ്യണത്. അപ്പോൾ എനിക്ക് അതിനിടയിൽ എൻ്റെ കോൺഫിഡൻസ് കൂടിപ്പോയി. ഞാനപ്പോൾ ഓവർ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ട്രേഡിങ് സൈക്കോളജി വീണ്ടും പഴയ പോലെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ട്രേഡ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് ആവാൻ തുടങ്ങി. അപ്പം ഞാനത് കണ്ടെത്തി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണത്. മൺഡേ മുതൽ ഞാൻ മാക്സിമം 2 ട്രേഡ്, അത് പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും 2 ട്രേഡ് സ്ട്രിക്ട്ലി, പിന്നെ സ്റ്റോപ്പ് ലോസോട് കൂടി ഞാൻ ട്രേഡ് എടുക്കാൻ നോക്കുകയാണ്. പിന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാം, അങ്ങനെ ഒരു സെറ്റപ്പ്. അതായത് ട്രേഡ് എടുത്തിട്ട് പിന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് പണി കിട്ടും. എനിക്ക് ഇന്ന് അതാണ് പറ്റിയത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഇന്ന് എനിക്ക് വീണ്ടും മേളിലേക്ക് ഞാനൊന്നുകൂടി എടുത്തിരുന്നെങ്കിൽ എനിക്കിന്ന് പ്രോഫിറ്റ് കിട്ടിയാണ്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, രണ്ടാമത്തെ കേസ് ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു ശരിക്കും എൻ്റെ വർക്കിൽ. അപ്പോൾ എനിക്ക് കൂടുതലും നോക്കാം. ഇന്നത്തെ ഈ ഫസ്റ്റ് രാവിലെ തന്നെ ഈ ഫോളോ ചെയ്ത് വന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഫോളോ ചെയ്ത് കണ്ടത് ഈ ഭാഗത്ത് വെച്ച് ഞാൻ കണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയതുകൊണ്ട് എനിക്ക് എടുക്കാനില്ല. ഞാൻ പിന്നെ ട്രേഡ് എടുക്കണത് ഇവിടെ നിന്നാണ്. ഇത് ഈ ഒരു ലൈനിൽ നിന്ന് ബ്രേക്ക് ചെയ്തപ്പോഴാണ് എടുത്തത്. ഇവിടെ വരെ വന്നപ്പോൾ തന്നെ എനിക്ക് 700 പ്രോഫിറ്റ് കിട്ടിയതാണ്. പിന്നെ എനിക്കത് അവിടെ നിന്ന് എക്സിറ്റ് ആയാൽ മതിയായിരുന്നു. പിന്നെ ദുരാഗ്രഹം എന്നൊക്കെ പറയാം, ഗ്രീഡി ആയിപ്പോയി ശരിക്കും. അപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീഡിനെസ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വന്നെങ്കിലാണ് നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാന്നുണ്ട് കുറേ കാലങ്ങളായി. പക്ഷേ അത് നമ്മൾ മനുഷ്യന്മാരില്ലേ, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ അത്യാഗ്രഹികളായി പോവും. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്താണ് ഞാൻ പെട്ടുപോയത്. അപ്പോൾ അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി തിങ്കളാഴ്ച മൺഡേ മുതൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഡിസിപ്ലിൻ നമ്മൾ പാലിച്ചിട്ടേ ഇനി ട്രേഡ് എടുക്കത്തുള്ളൂ. ലോസൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് ഇടണ്ടെന്നൊക്കെ വിചാരിച്ച് വീഡിയോ ഇടണ്ട, ഇനിയിപ്പോൾ ഇന്നും ലോസ് കാണിക്കുന്ന എങ്ങനെ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഞാൻ എന്തിനാ വീഡിയോ ഇടാതിരിക്കണം. എനിക്ക് പറ്റിയ തെറ്റുകൾ പറയുമ്പോൾ തന്നെ അത് എന്നെ തന്നെ ഞാൻ ട്രെയിൻ ചെയ്യണ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും വന്നത്. ലോസ് ആണെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഞാനിപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ ഏകദേശം ഇന്നലെ ഞാൻ ഈ വരച്ച് വെച്ചതൊക്കെ ഏകദേശം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. താഴേക്ക് പോകുന്ന താഴത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് വന്ന് രണ്ടാമത്തെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത്, പക്ഷേ രണ്ടാമത്തെ സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് പോകുമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. പക്ഷെ അതും ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടാണ് പിന്നെ മേളിലേക്ക് പോയത്. ആ പോക്കണ്ട എത്ര പോയിൻ്റ് ഉണ്ടെന്ന് അറിയത്. ഇവിടം മുതൽ ഇവിടം വരെ ഏകദേശം 640 ഞാൻ നോക്കിയതാണ് സ്കെയിൽ വെച്ച്. ഇവിടെ സ്കെയിലുണ്ട്. ഈ സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അതാണ് സോറി, ഒന്നുകൂടി എടുക്കാം. ഇതിവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് മേളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് എത്ര ഉണ്ടെന്ന്. വേണ്ട, എത്രയുണ്ട്? 624 പോയിൻ്റ് അത്രയും കരുതി. ഏത് ഭാഗ്യവാനായിരിക്കും ഇവിടെ നിന്ന് ട്രേഡ് എടുത്തിട്ട് ഇവിടെ എക്സിറ്റ് ആയത്. അവന് ഇനി ഒരു 2 ആഴ്ചത്തേക്ക് ട്രേഡ് ചെയ്യണ്ട, അത്രയും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് സംഭവിച്ചത് മിസ്റ്റേക്സ് ഞാൻ തുറന്ന് പറയാം. മറ്റാർക്കെങ്കിലൊക്കെ ഇതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റാർക്കും വേണ്ടിയിട്ടല്ല, എനിക്കും കൂടി. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ തന്നെ തുറന്ന് കാണിച്ചിട്ട് അത് തിരുത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാനത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് എൻ്റെ ഫെയിലിയർ എനിക്ക് സംഭവിച്ചത് മുമ്പ്. അപ്പോൾ അതൊക്കെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശ്രമിച്ചിട്ട് ആ തെറ്റുകളൊക്കെ തിരുത്തി വീണ്ടും തിങ്കളാഴ്ച മുതൽ വീണ്ടും നമുക്ക് നല്ല രീതിയിൽ സ്ട്രിക്ട്ലി പ്രോസസ്സൊക്കെ ഫോളോ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ നാളെ മറ്റന്നൊക്കെ പറ്റുകയാണെങ്കിൽ വീഡിയോ ആയിട്ട് വരാം. പിന്നെ മൺഡേ വീണ്ടും ട്രേഡിംഗ് സെഷനായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.